നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്ലോകം 33. കിം പുനർബ്രാഹ്മണാഃ പുണ്യാ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. പിന്നെ പുണ്യവാന്മാരായ ബ്രാഹ്മണന്മാരുടെയും സ്വധർമ്മമനുഷ്ഠിച്ച് ചിത്തശുദ്ധി വന്ന രാജർഷിമാരുടെയും കാര്യം പറയാനുണ്ടോ? നശിക്കുന്നതും ദുഃഖപ്രദവുമായ ഈ ലോകത്തിൽ വന്നു ചേർന്ന സ്ഥിതിക്ക് നീ പരമാത്മാവായ എന്നെ തന്നെ ഭജിക്കുക. പുണ്യമുള്ള ബ്രാഹ്മണന്മാരും ഭക്തിയുള്ള രാജർഷിമാരും എത്ര അധികം എന്നെ പ്രാപിക്കുമെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ അനിത്യമായതും സുഖമില്ലാത്തതുമായ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന നീ എന്നെ ഭജിക്കൂ. മുൻ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആരായാലും ഭക്തിയോടെ ദൈവത്തെ ആശ്രയിച്ചാൽ മോക്ഷം പ്രാപിക്കാമെന്നാണ്. ഇവിടെ അതിനെ കൂടുതൽ ഉറപ്പിക്കുന്നു. പുണ്യവാന്മാരായ ബ്രാഹ്മണന്മാരും രാജർഷിമാരും തീർച്ചയായും ദൈവസന്നിധി പ്രാപിക്കും എന്ന് പറയുമ്പോൾ ഭക്തിയുടെ മഹത്വമാണ് കൃഷ്ണൻ ഉയർത്തിക്കാട്ടുന്നത്. അതിനുശേഷം വളരെ ആഴമുള്ള ഒരു സത്യം പറയുന്നു. അനിത്യമസുഖം ലോകം. ഈ ലോകം സ്ഥിരമല്ല. ഇവിടെയുള്ള സുഖങ്ങൾ ശാശ്വതവുമല്ല. സമ്പത്ത്, സ്ഥാനം, പ്രശസ്തി, ബന്ധങ്ങൾ എല്ലാം ഒരു നാൾ മാറിപ്പോകും. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവസ്മരണയും ഭക്തിയുമാകണം. ഈ താൽക്കാലിക ലോകത്തിൽ കുടുങ്ങാതെ എന്നെ ഭജിച്ച് ആത്മീയ ശാന്തിയും മോക്ഷവും നേടുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ജീവിതത്തിലെ എല്ലാം നശ്വരമാണ്. പക്ഷേ ദൈവഭക്തി മാത്രം ശാശ്വതമായ സമാധാനം നൽകുന്നു. നന്ദി.